കുറച്ചുകൂടെ ഒന്നുകൂടെ. അത് പറയാൻ കാരണം ഇപ്പൊ ഒരു വിഷയം ഉണ്ടായല്ലോ, അപ്പം ഡ്രസ്സിങ്ങിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ സംസാരം ഭയങ്കരമായി കോടതി ലെവലിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറയുകയായിരുന്നു, സ്ത്രീ ഒരു ഡ്രസ്സ് ഇടുന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പോഴും വീണ്ടും പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ വന്നിറങ്ങുന്ന വിദേശ സ്ത്രീകളെല്ലാവരും ഡ്രസ്സ് കേരള സാരി എടുത്ത് പുറത്തിറക്കാനുള്ളത് നോക്കുക. കാരണം ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യം വന്നപ്പോഴത്തേക്ക് വലിയൊരു വിവാദമാക്കി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് പോയി ശംഖുമുഖത്ത് പോയി ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഞാനൊരു ഇതിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് വലിയൊരു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതെ ആണ് ഞാൻ പറഞ്ഞ അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞ പുരുഷന്മാർക്ക് 2, 3, 6 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നോക്കിക്കഴിഞ്ഞാൽ കേസാണല്ലോ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു പ്രതിമ കിടത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ലേ, ശംഖുമുഖത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ സെൻസ് പറഞ്ഞൊരു ഗാന്ധിജി അങ്ങനെയല്ലല്ലോ നടക്കുക. എന്ത് വർത്താനം ഇവിടെ ഗാന്ധിജിക്ക് ഡ്രസ്സില്ലേ? ഗാന്ധിജിയുടെ ഒരു കാര്യം ചെയ്യാം, ആ പ്രതിമയുടെ പ്രതി പുരുഷന്മാരുടെ പ്രതിമ കൂടെ അങ്ങനെ വരച്ചത് കാണാൻ രസം ഉണ്ടാവുമല്ലോ. എന്താ ചെയ്യാത്ത ചെയ്യൂ, അങ്ങനെ ചെയ്യൂ. ആ സ്ത്രീ കിടക്കുന്ന പോലെ തന്നെ ഒരു പുരുഷനെ കിടത്ത്. എന്തിനാ ഗാന്ധിജി പിടിക്കുന്നത്? എന്തിനാ? ഗാന്ധിജി നല്ല അന്തസ്സായിട്ട് ഡ്രസ്സ്, അദ്ദേഹത്തിന്റെ അന്നത്തെ ഡ്രസ്സ് എന്താണ്? അദ്ദേഹം തയ്ച്ചിട്ടിരിക്കുന്ന ഡ്രസ്സാണ്. തുണിയില്ലാതെ ഓരോരുത്തർ പോലും ഗാന്ധിജി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹത്തിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സും അതേപോലെ പതച്ച് നടക്കുന്ന ഒരു ഗാന്ധിജിയാണ് എന്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ലല്ലോ. പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതവര് ഇതിന് പറഞ്ഞ ആ സെൻസിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുലിന് ഒരുപാട് നന്നായി സംസാരിക്കാൻ അറിയാം. എനിക്ക് ഇതുപോലെയുള്ള ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത് തന്നെ. നിങ്ങളാണ് കൂടെ നിൽക്കേണ്ടത്. നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എത്ര പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അനുകൂലിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളെ എത്ര സ്ത്രീകൾ അനുകൂലിക്കുന്നുണ്ട്? സ്ത്രീകൾക്ക് എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് എത്ര പേര് ഞങ്ങളുടെ പുറകിൽ താങ്ങാനുണ്ട്? നിങ്ങൾക്ക് ആരുമില്ല, ഒരാളും ഇല്ല. ഞാൻ പറയുന്നു, ആരുമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന വ്യക്തിക്ക് ആർക്കെങ്കിലും ഒരു സംഭവം വരട്ടെ, നീറും കിടന്നിട്ട്. കാരണം ആ അമ്മ ഒരു സ്ത്രീയല്ലേ, എത്ര നാള് വളർത്തിയില്ലാക്കിയത് നിങ്ങളൊക്കെ ഭാര്യ, അത് വളർന്നൊരു പെൺകുട്ടി. അവരൊക്കെ നിങ്ങളുടെ മുഖവും കാണിച്ചിങ്ങനെ മുഖം കാണിക്കുന്ന എന്തിനാ? എന്നാൽ രണ്ടുപേരെയും കാണിക്കേ. ഒരു കൊല്ലം ഒരുപാട് ഒരു സ്ഥലങ്ങളും മലേഷ്യയും സിംഗപ്പൂരും എല്ലായിടത്തും കിടന്ന് സുഖമായി എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പുരുഷനെ മാത്രം കാണിക്കുക, സ്ത്രീ അങ്ങ് മാറ്റി ചെയ്യരുത്. സ്ത്രീയുടെ മുഖം വലിച്ചു കീറി കാണിക്കണം, അതാ വേണ്ടത്. അല്ലെങ്കിൽ രണ്ടുപേരെ കാണിക്കരുത്. കേസ് തീരുന്നവരെ നിങ്ങളെ കാണിക്കരുത്. ആണുങ്ങളെ എന്തിനു കാണിക്കുന്നു? ഒരിക്കലും കാണിക്കാൻ പാടില്ല. നിങ്ങളിപ്പം തിരിച്ചു ചോദിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മാധ്യമങ്ങൾ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു കേസ് തന്നെ ഒരു നിമിഷം മതി, അല്ലേ? ശരിയല്ലേ? അപ്പൊ അതിനെ നിങ്ങൾക്ക് പറയാൻ ഓടി വന്ന് സംസാരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി തന്നെയാണ് ഒരു വേദി. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെല്ലാവരെയും ശക്തമായ പിന്തുണ തന്നെ വേണം. ഗാന്ധിജിയുടെ മേഖല പാലഭിഷേകം ചെയ്യാന്നാണെങ്കിൽ ദൈവങ്ങൾക്ക് പാലഭിഷേകം ചെയ്യുന്നുണ്ട്. നമ്മൾ കള്ളവെള്ളം ഒഴിക്കാൻ പോകുന്നത് പാലല്ലേ? പിന്നെ എന്തിനാ അതിനെ ധിക്കരിക്കാൻ നിൽക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന വിജയ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം. പാലാണ് കൊണ്ട് വയ്ക്കുന്നത്. അത് ഒഴിച്ചെന്ന് വെച്ചാൽ എന്തിനാ അതിനെ കുറ്റം പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സെൻസ് എന്താന്ന് എനിക്കറിയില്ല. അതെന്ത് തോന്നിയ സാർ? അതായത് നമ്മൾ ദൈവങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് ആരാധനയുള്ളവർക്ക് ആദരവോടുകൂടി നമ്മൾ ചെയ്യുന്നതല്ലേ പാലഭിഷേകം? പോലീസിന് തടയാൻ റൈറ്റ് ഇല്ല. പോലീസിന് തടയാൻ റൈറ്റ് ഇല്ല എന്ന കാര്യം നമ്മുടെ രാഷ്ട്രപിതാവാണ്. അതെ, പോലീസിന് തടയാനോ അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നില്ല. ഇതിപ്പോ എന്താ അത്ര വലിയ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയില്ല. അത് ചെയ്തു തെറ്റായിട്ട് കാണുന്നില്ല. ദൈവത്തിന് തുല്യം ചെയ്യുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ദൈവത്തിന് പാലഭിഷേകം ചെയ്യാത്ത ഒരു അമ്പലങ്ങളും ഇല്ല. ഗാന്ധിജി അത്ര നന്നായി കാണുന്നോണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. പ്രിയങ്ക മാഡം തഗ് ഡയലോഗിന്റെ ആളാണ്. മറ്റു ഡയലോഗ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാഡം ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ശംഖുമുഖത്ത് ഒരു പ്രതിമ വസ്ത്രമില്ലാതെ കിടക്കുന്നതിൽ എന്തായാലും മാഡത്തിന് അതൊരു അധിക്ഷേപമായിട്ട് തോന്നി. അതുപോലെ തന്നെയാണ് ഈ അവാർഡ് കൊടുക്കുമ്പോൾ, സ്റ്റേറ്റ് അവാർഡൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രതിമ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രശസ്തനായിട്ടുള്ള നടൻ അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വസ്ത്രം ധരിച്ച, മാന്യമായിട്ട് വസ്ത്രം ധരിച്ച സ്ത്രീകളെ അധിക്ഷേപിക്കാത്തൊരു പ്രതിമ വേണം ഇനി അവാർഡിന് കൊടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ്. കാരണം അവരുടെ നഗ്നമായിട്ടുള്ള ഒരു ബോഡി ഷേപ്പുള്ള ഒരു ശില്പം എടുത്ത് അവാർഡായിട്ട് കൊടുക്കുക, ഇത് തെറ്റല്ലേ? അപ്പൊ ഇതാദ്യം മനസ്സിലാക്കുക.
ഈ അവാർഡുകളും ഇങ്ങനെയുള്ളത് സാമാന്യം മാന്യമായ വസ്ത്രം ധരിക്കുന്നതാണ് നമ്മുടെ പുരോഗമനം. അല്ലാതെ അതൊരിക്കലും അത് പരിഷ്കാരം ആകില്ല. നാളെയും കൂടെ വന്നല്ല ഇല്ലാതെ അല്ല ഒരു കാര്യം കൂടെ അല്ല, ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വൈരുദ്ധ്യമുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഈ വിഷയത്തിന്റെ ജെനുവിനിറ്റിയിൽ സപ്പോർട്ട് ചെയ്യാം. ഇപ്പം വേറൊരു വിഷയത്തിലെടുത്താൽ പ്രിയങ്ക മാഡം എന്റെ രാവിലെ പറഞ്ഞ് ശരിയല്ല എന്ന് പറയും, അല്ലെങ്കിൽ അജിത് കുമാർജി ഞാൻ പറഞ്ഞ് ശരിയല്ല എന്ന് പറയും, ഞാൻ ചിലപ്പോൾ തിരിച്ചു പറയും. പക്ഷേ ഈ വിഷയത്തിൽ ആ പുരുഷ കമ്മീഷനുള്ള ആശയത്തിൽ ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അവരുടെ അമ്മമാരും സഹോദരിമാരും ഭാര്യയും മക്കളും എല്ലാം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് നാളെ 11 മണിക്ക് മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകവും അതിനുശേഷം നിയമസഭയിൽ കൊടുത്തിട്ടുള്ള ഈ നിയമത്തിന്റെ റീഡിങ്ങും വളരെ കുറച്ച് സംക്ഷിപ്ത പാരഗ്രാഫ്സേ ഉള്ളൂ, ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് മാത്രമാണ്. ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതിൽ വേണ്ടത്, ഒരു വനിതാ മെമ്പർ പുരുഷ കമ്മീഷനിൽ പറയുന്നുണ്ട്. അത്ര ഒരുപാട് കാര്യങ്ങളുടെ റീഡിങ്ങുമാണ് നാളെ 11 മണിക്ക്. പോലീസുകാരോടുള്ള അഭ്യർത്ഥന, പോലീസുകാർ നമ്മൾ ഒഫീഷ്യലി റിക്വസ്റ്റും കാര്യങ്ങളും എല്ലാം സമർപ്പിക്കും. ഒരു കാരണവശാലും അത് തടയരുത്. കാര്യം ഗാന്ധിജി രാഷ്ട്രപിതാവാണ്. ഗാന്ധിജിയുടെ മേലുള്ള റൈറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഗാന്ധിജിക്ക് മേൽ റൈറ്റ് ഇല്ലെന്നുള്ളതല്ല, ഗാന്ധിജിയുടെ മേൽ റൈറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഗാന്ധിജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകവും നാളെ ഈ റിപ്പോർട്ട് റീഡിംഗ് നാളെ മുതൽ 1 മാസം കൊണ്ട് എല്ലാ MLA മാരെയും MP മാരെയും കാണാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചില ആൾക്കാരെ ഓൾറെഡി പോയി കണ്ടിട്ടുണ്ട്. 2-3 MLA മാരെ കണ്ടു, 1-2 MP മാരോട് സംസാരിച്ചു, സമുദായ നേതാക്കളോട് സംസാരിച്ചു, വ്യത്യസ്ത ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ പെടുന്ന വ്യത്യസ്ത ആത്മീയ നേതാക്കളോട് സംസാരിച്ചു. അവരോടെല്ലാവരും ക്യാമ്പയിന്റെ ഭാഗമായി പോയി കാണുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. പ്രിയങ്ക മാഡത്തിന് നന്ദി പറഞ്ഞു, രാഹുൽ നന്ദി പറഞ്ഞിട്ടുണ്ട്, ഉമാമഹേശ്വരജിക്ക് നന്ദി പറഞ്ഞു. ഈ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പറയാണ്, ഈ നമ്മളെ മാധ്യമപ്രവർത്തകരാണ് ഇത് മുഴുവൻ റീച്ചെത്തിക്കുന്നത്. അപ്പൊ ആദ്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളോട് തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് ഇവരുടെ കൂടെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിൽക്കേണ്ടത്. അത് നിൽക്കുക തന്നെ ചെയ്യുക. വേറെ ഒരു എന്താ പറയുക, ഇതിന് എതിരായിട്ട് പോകുന്ന ആൾക്കാരെ എല്ലാവരെയും സംഘടിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണിത്. ഞങ്ങൾക്ക് വനിതാ കമ്മീഷൻ ആദ്യം ഇത് ലേഡീസ് സംഘടന കുറേ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇല്ല. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേണം ഇവരുടെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒറ്റ അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നമില്ല, പുരുഷന്മാരുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾ ഏത് കാര്യത്തിൽ വിളിച്ചാലും എത്ര തല്ലിട്ടിട്ടാണ് ഞാൻ കൂടെ ഓക്കെ. എന്തായാലും ഉണ്ടാവണം കൂടെ, നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഈ റിക്വസ്റ്റ്. നിങ്ങളുടെ മീഡിയയിൽ, അത് മാത്രം മീഡിയക്കാർ ഡെമോക്രാറ്റിക് ആണല്ലോ, നിങ്ങളുടെ മീഡിയയിൽ നിങ്ങളൊരു പോൾ കൊടുക്കണം. ഏതെങ്കിലും ഒരു പോളിലെങ്കിലും 85% കുറവ് ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ഏതെങ്കിലും ഒരു പോൾ, അതായത് 1-2 മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം പുരുഷ കമ്മീഷൻ വേണോ എന്നുള്ളതാണ് കേട്ടോ. രാഹുൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ എന്നുള്ള പോളിൽ 85% താഴെ ഏതെങ്കിലും ഒരു പോളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം. ഇന്നലെ 2-3 പ്രമുഖ മാധ്യമങ്ങൾ നടത്തി 85-90% സപ്പോർട്ടാണുള്ളത്. ആ ജനാധിപത്യ ബഹുമാനം ഞങ്ങൾ ഉന്നയിക്കുന്ന വാദത്തോട് കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്ക മാഡത്തോടും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തു.